ഇനി നമുക്ക് നോക്കാം രണ്ട് തരം മോട്ടിവേഷൻ എന്താണ്. അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? മോട്ടിവേഷൻ ഇസ് ദ പ്രോസസ് ദാറ്റ് ഇനിഷ്യേറ്റ്സ്, ഗൈഡ്സ് ആൻഡ് മെയിൻറ്റെയിൻ ഗോൾ ഓറിയന്റഡ് ബിഹേവിയേഴ്സ്. അതായത് ഗോൾ ഓറിയന്റഡ് ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നതും ഗൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് പ്രൊപ്പൽസ് us towards a particular outcome or a particular ഗോൾ. ഈ ഒരു മോട്ടിവേഷൻ ആണ് നമ്മളെ ഒരു പെർട്ടിക്കുലർ ഗോളിലേക്ക് എന്ത് ചെയ്യുന്നത്? ചെന്നെത്തിക്കുന്നത്. അപ്പൊ രണ്ട് തരം മോട്ടിവേഷൻ ആണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ. രണ്ടാമത്തത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിൽ തന്നെ അറൈസ് ചെയ്യുന്ന മോട്ടിവേഷൻ ആണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ നമ്മൾ പറയുന്നത്. എന്താണത്? ഇറ്റ് അറൈസസ് ഫ്രം വിത്തിൻ, ഡ്രിവൺ ബൈ പേഴ്സണൽ ഇൻട്രസ്റ്റ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. അതായത് നമുക്ക് സ്വന്തമായിട്ട് തോന്നുന്നു. ഇപ്പൊ പാട്ട് പാടാൻ വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടി ഒരു പാട്ട് പഠിക്കാൻ എന്താണ്? ഓൾറെഡി മോട്ടിവേറ്റഡ് ആണ്. കാരണം ആ പാട്ട് പാടാൻ ആ കുട്ടിക്ക് എന്തുണ്ട്? ഇഷ്ടമുണ്ട്. ഓക്കെ. അതേപോലെ വായിക്കാൻ ഇഷ്ടമുള്ളവർ എന്താണ്? വായിക്കാൻ ഓൾറെഡി ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കൊരു ബുക്ക് കൊടുത്താൽ വായിക്കാൻ എളുപ്പമല്ലേ? അതെ. അത് എന്തുകൊണ്ടാണ് വായിക്കാൻ ഓൾറെഡി ഇഷ്ടം? അത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ. സ്വന്തമായിട്ട് തന്നെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഒരു മോട്ടിവേഷൻ ആണ്. സോ ഇൻട്രിൻസിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള റീസൺസ് കാരണം വരുന്ന മോട്ടിവേഷൻ ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അതായത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് റിവാർഡ്സ്, റെക്കഗ്നിഷൻ ഓർ ആൻ അവോയ്ഡൻസ് ഓഫ് പണിഷ്മെന്റ്. അങ്ങനെ വരുന്ന എന്താണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അതായത് ഇത് ചെയ്താൽ അടി കിട്ടും. അടി കിട്ടും എന്ന് പറയുന്ന ഒരു എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ ആണ്. സോ അതെന്താണ്? എക്സ്ട്രിൻസിക്, പുറമേ ഉള്ളൊരു മോട്ടിവേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് സാലറി കിട്ടും. സാലറി കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേന്ന് ചെയ്യുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ടല്ല, നമ്മൾ പുറമേന്ന് കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഒരു റിവാർഡാണ്. സോ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അപ്പൊ ഇൻട്രിൻസിക് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് അറൈസസ് ഫ്രം വിത്തിൻ. എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് എന്താണ്? ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഈ തമ്മിലെ ഡിഫറൻസ് നോക്കാം. ഇൻട്രിൻസിക് എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം എന്താണ്? ഇൻട്രിൻസിക് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഫ്രം വിത്തിൻ ദ ഇൻഡിവിജ്വൽ. എന്നാൽ എക്സ്ട്രിൻസിക്കോ ഇറ്റ് കംസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻട്രസ്റ്റ് കാരണം. ഇപ്പൊ നമ്മളൊരു ബുക്ക് വായിക്കുക. ഈ ബുക്ക് വായിച്ചുകൊണ്ട് നമുക്ക് ആരെങ്കിലും പൈസ തരുന്നുണ്ടോ? സാലറി തരുന്നുണ്ടോ? ഇല്ല അല്ലെ? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണിത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഒരിടത്ത് ജോലി എടുക്കാന്ന് പറഞ്ഞാൽ ജോലി എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ സാലറി കിട്ടുന്നുണ്ട്. അതെന്താണ്? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. സോ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്? ഇറ്റ് ഇസ് ഡ്രിവൺ ബൈ റിവാർഡ്സ്, റെക്കഗ്നിഷൻ ഓർ ഫിയർ. പിന്നെ പറയുന്നത് എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് സെൽഫ് സസ്റ്റെയിനിങ്. കാരണം ഇത് ആരും നമുക്ക് പുറമേ നിന്നൊരു കാരണം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല അല്ലെ? നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്? നമുക്ക് തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ആൻഡ് സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്ത്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എന്നാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷനോ? സാലറി കിട്ടാതെ നമ്മൾ പോയി വർക്ക് ചെയ്യുവോ? ഇല്ല. സാലറി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പയ്യെ വർക്ക് ചെയ്യുന്നതും നിർത്തും. സോ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്? മേ സ്റ്റോപ്പ് വൺസ് റിവാർഡ്സ് ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ റിമൂവ്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്തായി? നിന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഇൻട്രിൻസിക് മോട്ടിവേഷനിൽ നോക്കിയാൽ എന്താ അടുത്ത പോയിന്റ്? ലീഡ്സ് ടു ഡീപ്പർ എൻഗേജ്മെന്റ് ആൻഡ് ലേണിംഗ്. അതായത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ റിവാർഡ് നമുക്ക് തന്നെ വേറൊരു രീതിയിലാണ്. അതായത് എന്താ പറയുക, ഫിസിക്കൽ ആയിട്ടുള്ള റിവാർഡ്സ് ഒന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ആ കാര്യത്തിൽ എൻഗേജ് ആവുകയും കൂടുതൽ കൂടുതൽ നമ്മളത് ലേൺ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ. സോ ഇറ്റ് ലീഡ്സ് ടു ഡീപ്പർ എൻഗേജ്മെന്റ് ആൻഡ് ലേണിംഗ്. എന്നാൽ എക്സ്ട്രിൻസിക് ആണെങ്കിലോ it may lead to less engagement when rewards are absent. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, റിവാർഡ്സ് ഇല്ലെങ്കിൽ എന്തായി? ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാനും ശ്രമിക്കില്ല. എക്സാമ്പിൾ പറഞ്ഞേ. എക്സാമ്പിൾ എന്താണ്? പ്ലേയിങ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ ഫൺ. അതെന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആ. കാരണം നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് നമുക്ക് തന്നെ ഓൾറെഡി ആഗ്രഹമുണ്ട്. അത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് എന്താ അതൊരു ജോലിയായിട്ട് തോന്നില്ല അല്ലെ? അതെന്താണ്? ജസ്റ്റ് നമ്മുടെ ഒരു ലെഷർ ടൈമിൽ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് ചെയ്യാണ്. എന്നാൽ പ്ലേയിങ് ആൻ ഇൻസ്ട്രുമെന്റ് ടു വിൻ എ പ്രൈസ്, നമുക്ക് എന്താണ്? നമ്മുടെ മോട്ടീവ് എന്താണ്? ആ പ്രൈസ് ആണ്. എനിക്ക് ആ പ്രൈസ് വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നത് നിർത്തും. ഓക്കെ. സോ ദിസ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് മോട്ടീവ്സ് എന്താണെന്ന് നോക്കാം. എന്താ മോട്ടീവ്സ് എന്ന് പറഞ്ഞാല്? മോട്ടീവ്സ് ആർ ദ ഇന്റേണൽ സ്റ്റേറ്റ്സ് ദാറ്റ് അറൗസ്, ഡയറക്റ്റ് ആൻഡ് സസ്റ്റെയിൻ ഗോൾ ഓറിയന്റഡ് ബിഹേവിയർ. ഗോൾ ഓറിയന്റഡ് ബിഹേവിയറിനെ നമ്മളിൽ ഉണ്ടാക്കുന്ന
ആ ഒരു എന്താ പറയാ ഇന്റേണൽ സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോട്ടീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഇന്റേണൽ സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോട്ടീവ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ അണ്ടർലൈയിങ് റീസൺസ് ഓർ ഡ്രൈവിംഗ് ഫോഴ്സസ് ദാറ്റ് ഇൻഫ്ലുവൻസ് അവർ ആക്ഷൻസ് ആൻഡ് ചോയ്സസ്. Motives can be conscious or unconscious, and they are often influenced by our needs, values, beliefs and goals. Okay, അപ്പോൾ മോട്ടീവ്സ് പറയുന്നത് എങ്ങനെയാണ്, രണ്ട് തരത്തിൽ കാണാം. ഒന്നാമത് കോൺഷ്യസ് മോട്ടീവ്സ് കാണാം, അല്ലെങ്കിൽ അൺകോൺഷ്യസ് മോട്ടീവ്സ് കാണാം. ആൻഡ് ഈ മോട്ടീവ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, നമ്മുടെ നീഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, നമ്മുടെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, നമ്മുടെ ബിലീഫ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. Okay, they are the why behind our action and play a crucial role in shaping our behavior and directing our efforts. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനും എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്തു എന്നതിൻ്റെ ആൻസർ ആണ് എന്ത്, ഈ മോട്ടീവ്. ഓക്കെ, ഞാനിപ്പം എന്താ പറയാ ഒരു ബുക്ക് വായിച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഫിസിക്സിന്റെ ഒരു ബുക്ക് വായിച്ചു. ഈ ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ വായിക്കാൻ കാരണം എന്താണ്, നാളെ എനിക്ക് ക്ലാസ് എടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ വായിക്കാൻ പറഞ്ഞത്. അപ്പം അതിന്റെ വൈ എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ വായിച്ചത്, കാരണം നാളെ എനിക്കൊരു ക്ലാസ് എടുക്കണം, അതെന്റെ മോട്ടീവാണ്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം, രണ്ട് തരം മോട്ടീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു, കോൺഷ്യസ് മോട്ടീവ്സ് ആൻഡ് അൺകോൺഷ്യസ് മോട്ടീവ്സ്. കോൺഷ്യസ് മോട്ടീവ്സ് എന്തൊക്കെയാണ്, മോട്ടീവ്സ് ദാറ്റ് വി ആർ അവെയർ ഓഫ് ആൻഡ് ക്യാൻ ആർട്ടിക്കുലേറ്റ്. മോട്ടീവ്സ് നമ്മൾ അറിയാവുന്ന മോട്ടീവ്സ് അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മോട്ടീവ്സ് ആണ് എന്ത് പറയുന്നത്, കോൺഷ്യസ് ആയിട്ടുള്ള മോട്ടീവ്സ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ സ്റ്റുഡൻറ് ഹു ഈസ് കോൺഷ്യസ്ലി മോട്ടിവേറ്റഡ് ടു സ്റ്റഡി ബിക്കോസ് ദേ വോണ്ട് ടു ഗെറ്റ് ഗുഡ് ഗ്രേഡ്സ്. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റുഡൻറ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ കുട്ടിക്ക് ഗുഡ് ഗ്രേഡ്, നല്ല ഗ്രേഡ്സ് വേണം എന്നുണ്ട്, ആ കുട്ടിയുടെ ഉള്ളിൽ തന്നെ ആഗ്രഹമുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, കോൺഷ്യസ് ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത്. എന്നാൽ അൺകോൺഷ്യസ് മോട്ടീവ് എന്താണ്, മോട്ടീവ്സ് ദാറ്റ് വി ആർ നോട്ട് അവെയർ ഓഫ് ബട്ട് സ്റ്റിൽ ഇൻഫ്ലുവൻസ് അവർ ബിഹേവിയർ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. അതായത് നമുക്ക് അറിയത്തില്ല അങ്ങനെ ഒരു മോട്ടീവ് നമ്മുടെ ഉള്ളിലുള്ളത്, അതായത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയുന്നില്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ ബിഹേവിയർ എന്താണ്, ഈ ഒരു അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മോട്ടീവ് ബേസ്ഡ് ആണ്. ഓക്കെ, എക്സാമ്പിൾ എന്താ പറഞ്ഞേ, എ പേഴ്സൺ ഹു മേ ബി അൺകോൺഷ്യസ്ലി മോട്ടിവേറ്റഡ് ടു സീക്ക് അറ്റൻഷൻ ഓർ അപ്രൂവൽ ഫ്രം അതേഴ്സ്. ചിലർ കണ്ടിട്ടില്ലേ, അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ, അതായത് അവർക്ക് അറിയത്തില്ല അവരുടെ മോട്ടീവ് എന്താണെന്ന്. മീൻസ് അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ അല്ല, പക്ഷെ എന്താണ്, ആ ഒരാള് അറ്റൻഷൻ സീക്കിംഗ് ആ നേച്ചർ ഉള്ളതാണ്. എല്ലാവരും അയാൾ പറയുന്ന കേൾക്കുക, അല്ലെ അയാൾ ശ്രദ്ധിക്കുക, ചിലരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റ് ആണ് അത്. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് വാട്ട്, ആൻ അൺകോൺഷ്യസ് മോട്ടീവ്. ഓക്കെ, സോ മോട്ടീവ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് തരം ഉണ്ട്. ഏതൊക്കെയാണ്, കോൺഷ്യസ് മോട്ടീവ് ഉണ്ട്, അതായത് മോട്ടീവ് നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് നമുക്കറിയാം. രണ്ടാമത്തെ എന്താണ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടീവ്സും ഉണ്ട്. ഓക്കെ.